ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യ ടീം തലസ്ഥാനത്തെത്തുന്നു. ലോക ചാമ്പ്യന്മാരായ ശേഷം ടീം ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പരയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 3 മത്സരങ്ങൾക്കാണ് തലസ്ഥാനം വേദിയാകുന്നത്. ഡിസംബർ 26, 28, 30 തീയതികളിലായാണ് മത്സരങ്ങൾ നടക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ നിർണായകമായ അവസാന മത്സരങ്ങൾക്കായാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത്. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ നിറവിൽ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം തലസ്ഥാനത്തെത്തുന്നു എന്നത് കായിക പ്രേമികൾക്ക് ഇരട്ടി മധുരമാവും. വിശാഖപട്ടണത്തെ ആദ്യ 2 മത്സരങ്ങൾക്കു ശേഷം ഡിസംബർ 24-ന് ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ലോക കിരീടം ചൂടിയ ശേഷം ഹർമൻപ്രീത് കൗറും സംഘവും ആദ്യമായി കളത്തിലിറങ്ങുന്ന പരമ്പരയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. ലോക ജേതാക്കൾക്ക് ആതിഥേയമരുളാൻ ലഭിച്ച അവസരം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സംഘാടന മികവിനുള്ള അംഗീകാരമാണെന്ന് KCA പ്രസിഡന്റും ഇന്ത്യൻ വുമൺ ലീഗ് ചെയർമാനും കൂടിയായ ജയേഷ് ജോർജ് പറഞ്ഞു. മത്സരങ്ങൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഗ്രീൻഫീൽഡിൽ ഒരുക്കുന്നതെന്ന് സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു. നേരത്തെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുമെന്ന് കരുതിയിരുന്നു. 5 മത്സരങ്ങൾക്ക് സജ്ജമാകാൻ BCCI KCAക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ലോകകപ്പ് നടക്കുന്നത് മറ്റ് നഗരങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തത് തിരിച്ചടിയായി. തുടർന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വേദി നഷ്ടമായത്. 2026 ജനുവരിയിൽ ഇന്ത്യൻ പുരുഷൻ ടീമിന്റെ T20 മത്സരത്തിനും കാര്യവട്ടം വേദിയാകും. ജനുവരി 30-ന് ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ മത്സരമെന്നാണ് സൂചന.